നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഒളിമ്പിക്സിലെ അർജന്റീന വേഴ്സസ് ഫ്രാൻസ് പുരുഷ വിഭാഗത്തിലെ ഫുട്ബോളിലെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിന് ശേഷം ഒട്ടും ഹിതകരമല്ലാത്ത സംഭവ വികാസങ്ങളാണ് ഉണ്ടായത്. രണ്ട് ടീമിലെ താരങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു, പിടിവലി ഉണ്ടാകുന്നു, ഗ്രൗണ്ടിൽ വെച്ചത് സംഭവിക്കുന്നു, ടണലിൽ വെച്ചത് ആവർത്തിക്കുന്നു. വല്ലാത്തൊരവസ്ഥ. ഈ കളിയുടെ തുടക്കം മുതൽ ആ ഒരു അനിമോസിറ്റി വളരെ കൃത്യമായിട്ട് കാണാമായിരുന്നു. വൈരം ഇപ്പൊ കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ ഫൈനൽ മുതൽ ഉണ്ടായിട്ടുള്ള കാര്യമാണത്. ഏറ്റവും ഒടുവിൽ ഈ കോപ്പ അമേരിക്ക ജയിച്ചിട്ട് അർജന്റീൻ താരങ്ങൾ വംശീയമായിട്ട് ഫ്രഞ്ച് താരങ്ങൾ അധിക്ഷേപിക്കുന്ന ചാൻഡ് പാടിയത്, എൻസോ ലൈവ് ഇട്ടതൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ വലിയ വൈരത്തിൽ നടന്ന കളിയാണ്. അർജന്റീന താരങ്ങൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയത് മുതൽ കൂവലാണ്. സ്റ്റേഡിയത്തില് അവരുടെ ദേശീയ ഗാനത്തിന്റെ സമയത്തൊക്കെ നല്ല കൂവലാണ്. കളിയിലുടനീളം അവർ കൂവലേറ്റു വാങ്ങി. അങ്ങനെ നിന്ന് അവർ പൊട്ടി, അവർ തോറ്റു നിൽക്കുന്ന സമയത്ത് ഫ്രഞ്ച് താരങ്ങളുടെ ആഘോഷമാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചത്. കൃത്യമായിട്ട് അതിലെ സംഭവ വികാസങ്ങൾ ഇപ്പൊ മാധ്യമങ്ങൾ പുറത്തു വിടുന്നുണ്ട്. കളി കഴിഞ്ഞതിന് ശേഷമുള്ള ഫ്രാൻസിന്റെ ആഘോഷം അർജന്റീന താരങ്ങൾക്ക് പിടിച്ചില്ല. അങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. എൻസോ മില്ലറ്റ്, ഫ്രഞ്ച് താരം എൻസോ മില്ലറ്റ് ആണ് യഥാർത്ഥത്തില് ഇതിന് പുറകില് ഒരു കീ ഫിഗർ ആയിട്ട് വർത്തിച്ചിട്ടുള്ളത്. കാരണം കളി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അർജന്റീൻ ബെഞ്ചിന് നേരെ ഷൗട്ട് ചെയ്യുകയും അതുപോലെ ഒബ്സീനായിട്ടുള്ള ജസ്റ്റർ കാണിക്കുകയും ചെയ്തു എന്നാണ് അർജന്റീൻ മാധ്യമം TYC സ്പോർട്സിന്റെ റിപ്പോർട്ട്. അതാണ് അർജന്റീന ബെഞ്ചിനെയും മറ്റുമൊക്കെ പ്രകോപിപ്പിച്ചത്. തീർച്ചയായിട്ടും നിക്കോളാസ് ഓട്ടാമെന്റിയും ലിയാൻഡ്രോ ലൂക്കാസ് ബെൽട്രനും ബ്രയും ഒക്കെ ചേർന്നുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നീങ്ങുകയും അതുപോലെ ഫ്രഞ്ച് താരങ്ങൾക്കെതിരെ നീങ്ങുകയും പിടിവലി ഉണ്ടാവുകയും ഗ്രൗണ്ടിലാകെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ അവിടെയും തീർന്നില്ലെന്നേ, പിന്നെ ടണലിലേക്ക് പോകുമ്പോൾ അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരു ഭാഗത്ത് ഫ്രഞ്ച് താരങ്ങൾ അർജന്റീൻ ടീമിന്റെ ഫാമിലി മെമ്പേഴ്സിന് നേരെയും അല്ലെങ്കിൽ അർജന്റീൻ ആരാധകർക്ക് നേരെയും ഒക്കെ തങ്ങളുടെ സെലിബ്രേഷൻ കാണിച്ചു എന്നുള്ള പ്രശ്നം മറുഭാഗത്തും ഉണ്ടാകുന്നു. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നം അടിയായിട്ട് മാറുന്നത്. ഏതായാലും കളിയുടെ റിസൾട്ട് 1-0 ഫ്രാൻസ് വിജയിച്ചതാണ്. ഈ രൂപത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് കളി അവസാനിക്കുന്നു. ഒടുവില് ഈ പ്രശ്നത്തിന് തുടക്കമിട്ടത് എന്ന് കരുതപ്പെടുന്ന എൻസോ മില്ലറ്റിന് റഫറി റെഡ് കാർഡ് അങ്ങ് കൊടുത്തു. അതിനർത്ഥം ഇനി അദ്ദേഹത്തിന് സെമി ഫൈനൽ കളിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്തായാലും എൻസോ മില്ലറ്റ് ആണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത് എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ആ റെഡ് കാർഡ് ലഭിച്ചിട്ടുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.